ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു രണ്ട് ചോയ്സ് ഒരുമിച്ച് വരുമ്പോൾ നമുക്കൊക്കെ കൺഫ്യൂഷൻ ആവും അല്ലേ? ഇത് വേണോ അത് വേണോ? ഒരുപക്ഷെ രണ്ടും നന്നായിരിക്കും. അപ്പോൾ ഇനി ഇതാണോ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ അതാണോ ചെയ്യേണ്ടത്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഇനിയിപ്പോൾ രണ്ട് ജോലി കിട്ടി, രണ്ടും തരക്കേടില്ലാത്ത ജോലിയാണ്. അപ്പോൾ ഏതെടുക്കും, ഏതായിരിക്കും കൂടുതൽ നല്ലത്? അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി വന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ നേരിടാറുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലുള്ളത് തന്നെയാണത്. എല്ലാവർക്കും രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചില സമയത്ത് നമുക്കൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു 4 കാർഡ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. ഈ 4 കാർഡിൽ നമുക്കിപ്പോൾ 2 ജോലി എടുക്കാം. എക്സാമ്പിൾ 2 കരിയർ. ഒരു വ്യക്തിക്ക് 2 കരിയർ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. 2 കരിയറും നല്ലതാണോ? തരക്കേടില്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പം നമുക്ക് ഫസ്റ്റ് ജോബ് നമുക്ക് എ ആയിട്ട് കണക്കാക്കാം, സെക്കൻഡ് ജോബ് നമുക്ക് ബി ആയിട്ട് കണക്കാക്കാം. അപ്പോൾ എയുടെ ജോലി അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അങ്ങനെയായിട്ടും കണക്കാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ജോലി എടുക്കുകയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വളരെ നല്ല കാർഡാണ്, സമൃദ്ധിയുടെ കാർഡാണ്. ഒരു സ്ത്രീ അവിടെ ഒരു ചെയറിൽ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ പെൻറ്റക്കിളാണ്. പെൻറ്റക്കിൾ മണി സൂചിപ്പിക്കുന്നതാണ്. പെൻറ്റക്കിൾ മീൻസ് മണി ആൻഡ് ഹെൽത്താണ്. പക്ഷെ ഇവിടെ മണിയാണല്ലോ, കരിയറാണല്ലോ. അപ്പോൾ വളരെ സമൃദ്ധിയുടെ ഒരു കാർഡാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ വളരെ നല്ലതാണ്. അവർക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി മറ്റുള്ളവർക്ക് അവർ കൊടുക്കുകയും ചെയ്യണം, വെൽത്ത് ഷെയർ ചെയ്യണം. അവർ നല്ല റിലാക്സ് ചെയ്തിട്ട് സമൃദ്ധിയുടെ മധ്യത്തിലിരിക്കുന്നതാണ്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വളരെ നല്ല കാർഡ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ വന്നത്? റിസൾട്ട് വരുന്നത് 10 ഓഫ് വാണ്ട്സ് ആണ്. അതെന്താ വെച്ചാൽ അമിതമായ പണി ഉണ്ടാവും അവിടെ. വലിയ സാലറി ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ജോലി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബേർഡൻ ഉണ്ടാവും, ജോലി ഭാരം ഉണ്ടാവും, ഉത്തരവാദിത്തം ഉണ്ടാവും. അതായത് ഒരാളിതും ഈ വടികളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു പോണതാണ്, അത് പോസിറ്റീവാണ്. പക്ഷേ ഇയാൾക്ക് വേണമെങ്കിൽ അതെല്ലാം കൂട്ടിപ്പിടിച്ച് കയ്യിൽ വെച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അത് ഓവർ വർക്കഡ് ആവാണ്ട് നമ്മൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാർഡ് വളരെ നല്ലതാണ്. കാരണം സർപ്ലസ് ആണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് സമൃദ്ധിയുടെ കാർഡ്. അപ്പോൾ ഇനി രണ്ടാമത്തെ നമ്മൾക്ക് എടുത്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ ജോലിയാണെങ്കിൽ അവിടെ അടിയാണ് നടക്കുന്നത്, തർക്കത്തിൻ്റെ സ്ഥലമായിരിക്കും. അപ്പോൾ ഈ ജോലിയിൽ നമ്മൾ കയറുമ്പോൾ നമുക്കവിടെ അടിയും തർക്കങ്ങളും കംപ്ലീറ്റ് പ്രശ്നങ്ങളായിരിക്കും. പുറമേ നിന്ന് കാണുമ്പോൾ നന്നായിരിക്കും, ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് അവിടുത്തെ അവസ്ഥ ഇങ്ങനെയായിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് തരക്കേടില്ല. ഒരു ചെറിയ അച്ചീവ്മെൻറ്റ് നേടി അടുത്ത ആൾക്കാരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യണ 4 ഓഫ് വാണ്ട്സിൻ്റെ കാർഡാണ്. ഒരു ചെറിയ അച്ചീവ്മെൻ്റൊക്കെ ഉണ്ടായിട്ട് അയാളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യാൻ നല്ലത് ഫസ്റ്റ് ചോയ്സാണ്. ആദ്യത്തെ ചോയ്സ് ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പണി കൂടുതൽ, ജോലിഭാരം കൂടുതലുണ്ടാവും, ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും, ബേർഡൻ കൂടുതലുണ്ടാവും. പക്ഷെ നമ്മൾക്കത് നാക്കിലത് കൊണ്ടുപോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും ഈ 10 വടിയും കൂടി ഒറ്റയ്ക്ക് അങ്ങോട്ട് കെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ ഇയാളിത് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകണ കാരണം കൊണ്ടാണ്. അപ്പോൾ ഓവർ വർക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും നല്ലതായിരിക്കുക. സെക്കൻഡ് ചോയ്സിൽ തർക്കം നടക്കുകയാണ്. അപ്പോൾ അതിൽ വലിയ നമ്മളത് എടുക്കാൻ താല്പര്യപ്പെടില്ല. റിസൾട്ട് തർക്കേടില്ല, ഒരു ചെറിയ അച്ചീവ്മെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.